അപ്പോഴല്ലേ രാവിലത്തെ ചായയും പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ റിയ പോയി, എൻ്റെ ഇക്കാക്ക പോയി. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ, ഫോൺ നോണ്ടി കുറച്ച് നേരം ഇരുന്നിട്ട് ബാക്കി പണികൾ ചെയ്യാം. ഓക്കെ, എനിക്ക് വയ്യ. രാവിലെ സ്കൂളുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കാലേ. ഒരു 10 മിനിറ്റ് ഇടുപ്പാറാൻ വേണ്ടിയിട്ടേ കുറച്ച് നേരം ഫോണിൽ കളിച്ചിട്ടിരിക്കാം. നല്ല നല്ല വീഡിയോസ്. എല്ലാവരും എങ്ങനെയാണ് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം പോലെ? എനിക്കും പഠിക്കണം ഇതൊക്കെ. സൂപ്പർ അടിപൊളിയായിട്ട് ഓരോന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, 9:30 ഇരുന്നതാ, സമയം 11:50. ഫോൺ ഇവിടെ ഇരിക്കട്ടെ, എന്തേലും ഒരു പണി ചെയ്യട്ടെ. അടിച്ചു പോരെങ്കിലും ചെയ്യണമല്ലോ. ഇനി വേഗം അത്രയും പെട്ടെന്ന് പണികളൊക്കെ നോക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാവരും കളാവാകും. ഇനി ആരാണാവോ എന്തോ ഇത്ര നേരം വെറുതെ ഇരുന്നപ്പോൾ ആരും വിളിച്ചില്ല. ഫോൺ നോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾക്ക് വിളിക്കാണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഇപ്പോൾ വിളിച്ചാൽ, ഒരാളങ്ങോട്ട് വിളിച്ചാൽ പിന്നെ വെക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. എന്ത് ചെയ്യാനാ, ഒരു നിവർത്തിയില്ല. അവർ വെക്കുന്നത് വരെ സംസാരിക്കന്നെ. മടുത്താൽ എൻ്റെ അടുത്തൊരു അടവുണ്ട് കേട്ടോ, ആ അടവ് ഞാൻ പ്രയോഗിക്കും. ഇത് വെക്കണ വഴിയൊന്നും കാണാനില്ല, അപ്പോൾ ഞാൻ എൻ്റെ അടവ് പ്രയോഗിക്കാൻ പോകട്ടോ. കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. ആടി, ശരി ശരി. ഒരു കോള് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇത് പറയാതെ വിളിച്ചവരാരും നിർത്തില്ലാന്ന്. ഇത് പറഞ്ഞാലാണ് രക്ഷപ്പെടുള്ളൂ. അപ്പോൾ അങ്ങനെ കോള് വിളി കഴിഞ്ഞു. നമുക്ക് വേഗം ഒന്ന് അടിച്ചു പോരാം. സമയം 12 മണി കഴിഞ്ഞു. എപ്പോൾ ഞാൻ പണികൾ ചെയ്തു നിസ്കരിച്ച് വല്ല കഞ്ഞി വെള്ളം ഉണ്ടാക്കാനോ. അടിച്ച് കഴിയാനായിട്ടുള്ളൂ, അപ്പോഴേക്ക് ആരാ ഈ ബെല്ലടിക്കണ്? താത്ത നിങ്ങളോ? എന്തൊക്കെയുണ്ട്, പണികളൊക്കെ കഴിഞ്ഞോ? എൻ്റെ പണികളൊക്കെ ഇതാ കഴിയണു. അങ്ങനെ ഒരു വഴിക്ക് പറഞ്ഞ് അവരിനെ വിട്ടാക്കിട്ടോ. ഇനി കുറച്ച് പണികളുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ നോക്കട്ടെ. അപ്പോഴേക്കും വാട്സപ്പിലൊരു മിസ് കോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നോക്കാൻ പോയാൽ ശരിയാവില്ല. പാത്രങ്ങൾ കഴുകിയെടുക്കട്ടെ. എന്തേലും അത്യാവശ്യം പണികൾ കഴിഞ്ഞ ശേഷം വാട്സപ്പൊക്കെ നോക്കാം, ഇല്ലെങ്കിൽ അതിൽ തന്നെ ഇരിക്കും. അയ്യോ, കോള് നീട്ടി അടിക്കുന്നുണ്ട്, ആരാ നോക്കട്ടെ. വാട്സപ്പിൽ മിസ് കോള് വന്നപ്പോഴേ അപ്പം തന്നെ ഞാൻ നോക്കിയാൽ മതിയായിരുന്നു. അത് നോക്കാതായപ്പോൾ കോള് വിളിച്ചിട്ട് പറയാം, വാട്സപ്പിലൊരു വീഡിയോ വിട്ടിട്ടുണ്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട്. ഇനി ആ വാട്സപ്പ് നോക്കാൻ പോയാൽ മണിക്കൂർ കണക്ക് അതിൽ നോക്കിയിരിക്കും. എന്താ ചെയ്യുക? ശരി ശരി, ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും അവൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ചെയ്യുക, ഇങ്ങനെയാണ് നമ്മുടെ സമയങ്ങളൊക്കെ പോകുന്നതേ. വാട്സപ്പ് നോക്കട്ടെ കേട്ടോ.
വാട്സപ്പിൽ അവൾ വിട്ട വീഡിയോസൊക്കെ നോക്കി അതിനൊരു വോയിസ് മെസ്സേജ് വിടട്ടെ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും വിളിക്കാൻ തുടങ്ങും. ലൈക്കും കമൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വോയിസ് മെസ്സേജും കൂടെ കൊടുത്താലാണ് അവൾക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫോൺ വയ്ക്കും. നമ്മളല്ലേ ആൾക്കാർ പെണ്ണുങ്ങൾ ഇനി വേറെ വീഡിയോസ് ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കും. ഫോണ് കയ്യിൽ എടുത്താൽ പോയി കാര്യം കേട്ടോ. വിശക്കാൻ തുടങ്ങി. വിശന്നിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കുത്തി വെച്ചാലോ കുറച്ച് നേരം. അതേ നടക്കുള്ളൂ. ഫോണ് വേഗം സ്വിച്ച് ഓഫ് ആക്കിയിട്ടേ കുത്തിയേക്കട്ടെ. ഇനി ആരെങ്കിലും അഥവാ വിളിച്ചാൽ ചാർജ് ഇല്ലാണ്ടാണ് എടുക്കാതിരുന്നൊക്കെ പറയാലോ. അപ്പോഴേക്ക് തീരെ വയ്യ, വിശന്നിട്ട്. സമയം 1 മണിയൊക്കെ ആയിരിക്കണു. ഇനിയിപ്പോൾ നിസ്കരിക്കുകയാണോ വേണ്ടത്? വയ്യ, വിശന്നിട്ട് ഞാൻ എങ്ങനെ നിസ്കരിക്കുക? എന്തായാലും കുറച്ച് നേരം പോയി കിടക്കട്ടെ. അയ്യോ, ആ കിടത്ത ഞാൻ നല്ലൊരു ഉറങ്ങിട്ടോ. നീച്ച് നോക്കുമ്പോൾ സമയം അസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 4:30 കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. നമ്മുടെ റിയ എപ്പോൾ വരും? എന്താ അത്ര നേരം ഒന്നും ചെയ്തില്ലേ, എനിക്കൊന്നും കഴിക്കാനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം പോകുന്നത്. അയ്യോ, ഈ ഫോണാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ ഫോണ് കൊണ്ട് ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ നിങ്ങൾക്ക് പറ്റാറുണ്ടോ?